സുധാകരനാ, അതിന് വേറെ ആളെ നോക്കണം. വരാനിരിക്കുന്ന 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്ന് തുറന്നു പറയുകയാണ് KC വേണുഗോപാൽ. അത് അദ്ദേഹം ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ MPമാർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കനക്കുന്ന സാഹചര്യത്തിലാണ് KC മാധ്യമങ്ങളെ കണ്ട് തന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. സുധാകരൻ BJPയിലേക്ക് പോകുമെന്ന വാർത്തകൾ അദ്ദേഹം പൂർണ്ണമായും തള്ളി. ഇത് വെറും മാധ്യമ സൃഷ്ടി മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുധാകരൻ വ്യക്തിപരമായ കാരണങ്ങളാലാണ് കണ്ണൂരിലെ വീട്ടിലേക്ക് പോയതെന്നും പാർട്ടി നേതൃത്വവുമായി അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. മുൻ CPM നേതാവ് G സുധാകരനുമായി കോൺഗ്രസ് ഇതുവരെ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും KC കൂട്ടിച്ചേർത്തു. പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നവർക്ക് സീറ്റ് നൽകില്ലെന്ന് കർശന മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് AICC ജനറൽ സെക്രട്ടറി. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെടുന്നവർക്ക് മറ്റ് സംഘടനാ പദവികളോ സർക്കാർ പദവികളോ നൽകില്ലെന്ന കർശന നയമാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്നും മാധ്യമങ്ങളോടും പല നേതാക്കളോടും പറഞ്ഞു വെക്കുന്ന KC വേണുഗോപാലിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അടുത്ത സർക്കാർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും അവർ പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമത്തെ സുപ്രീം കോടതിയിൽ കേസും വരുന്നുണ്ട്. എന്തായാലും ഈ വിശ്വാസ കാര്യത്തിൽ മലക്കം മറഞ്ഞത് അവരുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് തിരഞ്ഞെടുപ്പ് ഓറിയൻറ്റഡ് ആണെങ്കിലും നന്നായി. പക്ഷേ ഇത് മുൻപ് ചെയ്തിരുന്നുവെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും ഒഴിവാക്കാമായിരുന്നു കേരള സമൂഹത്തിന് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചവറയിൽ മാത്രമല്ലല്ലോ, ഇന്ന് ഞാൻ അത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. അതും പോലീസ് സ്റ്റേഷനിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പറ്റുന്നത്. അപ്പം പോലീസിൻ്റെ സംരക്ഷണയിൽ ഗുണ്ടായുസം നടക്കുകയാണ് ഇവിടെ. പോലീസ് ഗുണ്ടായുസത്തെ പിടിച്ചില്ലാതാക്കുകയല്ല ചെയ്യുന്നത്, പോലീസിൻ്റെ സംരക്ഷണയിൽ ഗുണ്ടായുസം. ഇതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്. നിയമസമാധാന തകർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണം. അല്ല, ഇനി വളരെ പ്രധാനപ്പെട്ടത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് MPമാർ ഇത്തവണ മത്സര രംഗത്തുണ്ടാകുമോ? ഇനിയും നീണ്ടു പോകുന്നതിനടുത്ത് അല്ല, നീണ്ടു പോയിട്ടില്ലല്ലോ. നിങ്ങൾക്കറിയാം, എല്ലാ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ വളരെ വേഗത്തിലാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത്. ഒരു പ്രാവശ്യം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടി കുറേ പേരുകൾ അംഗീകരിച്ചു കഴിഞ്ഞു. ഇനി കുറച്ച് പേരുകൾ കൂടിയുണ്ട്. ആ പേരുകൾക്ക് വേണ്ടിയുള്ള സ്ക്രീനിങ് കമ്മിറ്റി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ വൈകാതെ തന്നെ പ്രഖ്യാപിക്കപ്പെടുമെന്നൊരു സംശയം വേണ്ട. MPമാരുടെ കാര്യത്തിൽ ചില MPമാർക്ക് മത്സരിക്കണമെന്നുള്ള താല്പര്യം ഉണ്ടെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതൃത്വത്തെ. സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു കോൾ എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് യഥാസമയത്ത് ആ കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കും. ഈ പരിഭവമായിട്ട് സുധാകരൻ ഇപ്പോൾ കണ്ണൂർ വന്നിരിക്കുകയാണ്. ആ പരിഭവത്തിന് പരിഹാരം ഉണ്ടാവും? അല്ല, പരിഭവമായിട്ട് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. വെള്ളിയാഴ്ച അദ്ദേഹം വന്നു, പാർലമെന്റിൽ ഉണ്ടായിരുന്നു തിങ്കൾ മുതൽ വ്യാഴം വരെ. അദ്ദേഹം സംസാരിച്ചിരുന്നു. അദ്ദേഹം പിന്നെ നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ആളുകൾ അദ്ദേഹത്തെ കണ്ടു. അതിനകത്ത് പരിഭവം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അല്ല, ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? കണ്ണൂരിനോടുള്ള സ്നേഹവും പാർട്ടിയോടുള്ള സ്നേഹവും അല്ലേ പറഞ്ഞു. അദ്ദേഹം കണ്ണൂർ സ്ഥാനാർത്ഥിയാവണമെന്ന് പരസ്യമായിട്ട് അഭിപ്രായം പ്രകടനം നടത്തുന്ന ഒരാളാണ്. അങ്ങയുടെ അഭിപ്രായം എന്താ? അല്ല, സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്നതൊന്നും മഹാപരാധമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്. മത്സരിക്കണമെങ്കിലും മത്സരിക്കേണ്ട എങ്കിലും അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പോകുന്ന ആളാണ് സുധാകരൻ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു MP ആണ്, സ്വാഭാവികമായിട്ടും ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. KC മത്സരരംഗത്ത് വരാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇന്നലെയും ഞാനും പറഞ്ഞു. എല്ലാ ദിവസവും ഇത് പറയുമ്പോൾ ഞാൻ മത്സരരംഗത്തില്ല എന്ന് പലവട്ടം വ്യക്തമാക്കിയിട്ടില്ല. പിന്നെ ഈ ചോദ്യം എങ്ങനെ വരുന്നതിന് അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഒറ്റ കാര്യം, ഇതിനകത്തൊരു വിഷയം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും നാളുകളെ ആയിട്ടുള്ളൂ. ആ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് കളമൊരുങ്ങുന്നത് നാട്ടുകാരും. ഇത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി ഹൈക്കമാൻഡ് എല്ലാ വശങ്ങളും കൂടി ആലോചിച്ച് തീരുമാനിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയസാധ്യത പരിഗണിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് പാർട്ടി ആലോചിക്കുന്നത്. അത് കൂട്ടായിട്ടുള്ള ചർച്ചകളിലൂടെ എല്ലാവരുമായും ചർച്ച ചെയ്ത് പല കാര്യങ്ങളും പരിശോധിച്ചാണ് തീരുമാനിക്കുക. ആ തീരുമാനം വരും. ആ വരുമ്പോൾ എല്ലാവരുടെ മുന്നിൽ ഒറ്റ ലക്ഷ്യമുള്ളൂ. അഭിപ്രായം അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു എന്ന് വരും. എല്ലാവരുടെ മുന്നിലും ഒറ്റ ലക്ഷ്യമുള്ളൂ, UDFനെ വിജയിപ്പിക്കുക, ഈ ഭരണത്തെ മാറ്റുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ജനം കാത്തിരിക്കുകയാണ്. അതുകൊണ്ടല്ല ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ജനം കാത്തിരിക്കുകയാണ്. ജനങ്ങളെ നിരാശപ്പെടുത്താൻ ഒരു കോൺഗ്രസ് നേതാവും പ്രവർത്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.